ഇത്രയേറെ അഭിമാനക്ഷതം മാനത്തിന് ഇത്രയധികം കോട്ടം സംഭവിച്ച ഒരു സന്ദർഭം എത്രയോ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ മോശമായിപ്പോയി. നമസ്കാരം. എന്തുകൊണ്ടോ ശൗര്യ കണ്ണീരണിഞ്ഞു, ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. പുരാണത്തിൽ എന്തൊക്കെ ജീവിത പ്രതിസന്ധികളും ഭരണപ്രതിസന്ധികളും ഉണ്ടായിട്ടും കണ്ണൻ കരഞ്ഞതായി കേട്ടിട്ടില്ല. പക്ഷേ തൻ്റെ പ്രിയമിത്രത്തെ നെഞ്ചോട് ചേർത്തപ്പോൾ മാത്രം കണ്ണൻ കരഞ്ഞുപോയി. ഇത്രയും കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും ശ്രീമതി ടീച്ചർ കരഞ്ഞതായി നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആ കണ്ണ് നിറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടോ സഖാവെ കണ്ണീരണിഞ്ഞു, ധീരയാം ശ്രീമതിയുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ ചോദിക്കാൻ തോന്നും. ഇത്രയും നാൾ ശ്രീമതിയെ വിമർശിച്ചതും പരിഹസിച്ചതുമെല്ലാം നമ്മൾ അവരുടെ പ്രസ്താവനകൾക്കെതിരെയും പ്രവൃത്തികൾക്കെതിരെയുമാണ്. രാഷ്ട്രീയ നിലപാടുകളെയാണ്, ചില വിഡ്ഢിത്തരങ്ങളെയാണ്. ശ്രീമതിക്കെന്നല്ല ഒരാൾക്കെതിരെയും ഒരു വ്യാജ വാർത്ത ചമയ്ക്കാൻ നമുക്ക് കഴിയില്ല. എന്നാൽ ജനൻ ടി വിയും ഒരു സായാഹ്ന പത്രവും മറ്റേതോ ഓൺലൈൻ ചാനലും ശ്രീമതി ടീച്ചർക്കെതിരെ ഒരു കള്ളക്കഥ പ്രചരിപ്പിച്ചു. ആദ്യകാല കോൺഗ്രസ് നേതാവും MLA യുമായിരുന്ന ഒരു PR കൃഷ്ണൻ്റെ പേരിലുള്ള പെൻഷൻ അദ്ദേഹത്തിൻ്റെ മരണാനന്തരം ഭാര്യ PK ശ്രീമതി വാങ്ങിയെന്നത് സത്യമാണ്. എന്നാൽ ആ ശ്രീമതി മുൻ ആരോഗ്യമന്ത്രിയും CPM നേതാവുമായ നമ്മുടെ ശ്രീമതി ടീച്ചറാണ് വാങ്ങിയത് എന്ന തരത്തിലായിരുന്നു ആ ചാനലും പത്രവും കള്ളക്കഥ പ്രചരിപ്പിച്ചത്. ഈ വാർത്ത പലരിലൂടെ ടീച്ചർ അറിഞ്ഞു. തന്നെപ്പറ്റി ഇങ്ങനൊരു വാർത്ത വന്നപ്പോൾ ടീച്ചർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ വാർത്താ സമ്മേളനം നടത്തി. അന്ന് ആദ്യമായി സങ്കടം കൊണ്ട് വിതുമ്പുന്ന ടീച്ചറുടെ മുഖം നമ്മൾ കണ്ടു. സങ്കടം സഹിക്കവയ്യാതെ അവർ കരഞ്ഞു. കണ്ടുനിന്ന മാധ്യമപ്രവർത്തകർക്കും കേട്ട നമ്മൾക്കും സങ്കടമായി. ആണിനെ പറ്റിയായാലും പെണ്ണിനെ പറ്റിയായാലും ഏതു മനുഷ്യരെ പറ്റിയായാലും ഇല്ലാവചനങ്ങൾ എഴുതുകയും പറയുകയും ചെയ്യുന്നവന്മാരുടെ തലയിൽ ഇടുത്തി വീഴട്ടെ. എന്തായാലും ഈ വിഷയത്തിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാനുള്ള ആലോചനയിലാണ് ശ്രീമതി. അതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും അവർ പരാതി നൽകി കഴിഞ്ഞു. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, പിണറായി സർക്കാരിൻ്റെ കാലം പോലെയല്ല ഇന്ന്. കമ്മികൾ ആർക്കെതിരെയും എന്ത് പിറക്കാഴുകയും അന്ന് പറഞ്ഞു. ഒരു കേസുമില്ലായിരുന്നു. പിണറായി ഭക്തി ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴതല്ല അവസ്ഥ. ഏത് പരാതിക്കും ഉടനടി പരിഹാരമുണ്ട്. കഴമ്പുള്ളതാണെങ്കിൽ കേസെടുക്കുകയും വേണം. ഭരിക്കുന്നത് VD സതീശനാണോ പിണറായി വിജയനാണോ എന്ന് നോക്കിയല്ല നിയമം പ്രവർത്തിക്കേണ്ടത്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ടീച്ചറും സഹകമ്മികളും ഇടുന്ന പോസ്റ്റുകൾക്ക് താഴെ ശ്രീമതി ടീച്ചറെ ശക്തമായി വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും ആളുകൾ വീണ്ടും രംഗത്ത് വരികയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇനി എണ്ണി ശ്രീമതിയോട് ചില കാര്യങ്ങൾ ചോദിച്ചു കൊള്ളട്ടെ. കവിയൂർ, കിളിരൂർ തുടങ്ങിയ പഴയ പീഡനക്കേസുകളുമായി ബന്ധപ്പെട്ട പറഞ്ഞു കേട്ട കഥകളിലേക്കോ ചരിത്രത്തിലേക്കോ പോകുന്നില്ല. പുതിയ തലമുറയ്ക്ക് കൂടി അറിയാവുന്ന കാര്യങ്ങൾ പറയാം. സ്വന്തം സഖാക്കളും മുതിർന്ന നേതാക്കന്മാരും എത്രയെത്ര സ്ത്രീകളുടെ ആത്മാഭിമാനത്തിനെതിരെയാണ് ആക്ഷേപ ശരങ്ങളെയ്തതും അത് കേട്ട അന്തം കമ്മികൾ ആർത്ത് ചിരിച്ചിട്ടുള്ളതും നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ? ആന്തൂർ സാജൻ എന്ന വ്യവസായി കണ്ണിൽ ചോരയില്ലാത്തൊരു സഖാത്തിയുടെ പ്രവൃത്തി കാരണം ആത്മഹത്യ ചെയ്ത സംഭവം ആരാണ് മറക്കുന്നത്? ആന്തൂർ സാജൻ മരിച്ചത് CPM നേതാക്കളുടെയോ പാർട്ടിയുടെയോ പീഡനം കൊണ്ടല്ല, അയാളുടെ ഭാര്യയുടെ സ്വഭാവദൂഷ്യം കൊണ്ടാണെന്ന് കണ്ണിൽ ചോരയില്ലാതെ പച്ചയ്ക്ക് നുണ പറയാൻ ദേശാഭിമാനി പത്രം അച്ചുനിരത്തി. എന്തുകൊണ്ടാണ് എല്ലാം അറിയാവുന്ന ശ്രീമതി അങ്ങനെ ഒരു സ്ത്രീയെപ്പറ്റി തെമ്മാടിത്തരം പറയരുത് എന്ന് ദേശാഭിമാനിയോടും സഖാക്കളോടും പറയാതിരുന്നത്? രാഷ്ട്രീയ ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ഒരു വ്യാജ വാർത്തയായിരുന്നു അത്. പിച്ചച്ചട്ടി എടുത്ത് പെൻഷൻ കാശിനു വേണ്ടി മറിയക്കുട്ടി എന്ന വയോധിക നാടാകെ തെണ്ടിയപ്പോൾ ദേശാഭിമാനി പത്രം കാണിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അവർക്ക് 2 നില കെട്ടിടമുണ്ടെന്നും മക്കളൊക്കെ വിദേശത്താണെന്നും 5 ഏക്കർ വസ്തു ഉണ്ടെന്നും പ്രചരിപ്പിച്ചു. അതിനെതിരെ മറിയക്കുട്ടി കേസ് കൊടുത്തത് നിങ്ങൾക്കറിയാമോ? ഒരു നിരാലംബയായ വയോധികയ്ക്കെതിരെ വരെ വ്യാജ വാർത്ത ചമച്ച ദേശാഭിമാനി എത്ര നികൃഷ്ടമായ മാധ്യമധർമ്മമാണ് നിർവഹിച്ചത്. അങ്ങനെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പൂട്ടിക്കാനാണെങ്കിൽ ഈ ദേശാഭിമാനി ഇവിടെ പ്രവർത്തിക്കുമോ? എതിർ രാഷ്ട്രീയക്കാരായ സ്ത്രീകളെ ഏതൊക്കെ തരത്തിലാണ് നിങ്ങളുടെ സഖാക്കളും കമ്മിക്കൂട്ടങ്ങളും സൈബർ ചാവേറുകളും ആക്ഷേപിക്കുന്നത്? അവർ ശശികലയെ വിഷകല എന്നാണ് വിളിക്കുന്നത്. ശോഭാ സുരേന്ദ്രനെ മഞ്ഞൾ ശോഭ എന്നാണ് ആക്ഷേപിക്കുന്നത്. ഒരാളും സങ്കടപ്പെടാനും പരാതി പറയാനും പോയില്ല. നിങ്ങളുടെ മുതിർന്ന നേതാവായ VS അച്യുതാനന്ദൻ നമ്മുടെയും വിപ്ലവ സഖാവ് തന്നെയാണ്, ഒട്ടും സംശയമില്ല. ആ മനുഷ്യൻ ആരെയെല്ലാം അധിക്ഷേപിച്ചിട്ടുണ്ട്. അന്ന് കോൺഗ്രസ്സിലായിരുന്ന ലതിക സുഭാഷിനെ പറ്റി VS പറഞ്ഞത് അവർ ഏത് തരത്തിലാണ് പ്രശസ്തയായത് എന്ന് എല്ലാവർക്കും അറിയാമെന്നാണ്. ഇതൊക്കെ പറഞ്ഞാലും ലതിക സുഭാഷിനെ പറ്റി ആരെങ്കിലും മോശമായ കഥകൾ പറഞ്ഞിട്ടുള്ളതായി നമ്മളാരും കേട്ടിട്ടില്ല. ഇതേ VS നിയമസഭയിൽ വെച്ച് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ്റെ നെഞ്ചിനെ എത്രമാത്രം വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തി.
ഒരച്ഛൻ്റെ മുമ്പിൽ വെച്ച് പറയാൻ പറ്റുന്ന വാക്കുകളല്ല അദ്ദേഹത്തിൻ്റെ മക്കളെപ്പറ്റി പറഞ്ഞത്. എന്തുകൊണ്ടാണ് അന്ന് ശ്രീമതി ഒരു വാക്കുകൊണ്ട് പോലും VSൻ്റെ ആ നികൃഷ്ടമായ പ്രസ്താവനയെ പുറത്തിറങ്ങി തിരുത്താതിരുന്നത്? ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ സഖാവായ അശ്ലീല രാഘവൻ ഒരു പൊതുവേദിയിൽ നിന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? രമ്യ ഹരിദാസ് കുഞ്ഞാലിക്കുട്ടിയെ പോയി കണ്ടു. ആ കുട്ടിയുടെ ഭാവി എന്തായിരിക്കുമോ എന്ന് ആർക്കറിയാം. ഇത് കേട്ട് കമ്മിക്കൂട്ടം ആർത്ത് ചിരിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ഏതെങ്കിലും ഒരു യോഗത്തിൽ ശ്രീമതി പറഞ്ഞിരുന്നോ, നമ്മുടെ നേതാക്കൾ വളരെ മോശമായ തരത്തിലാണ് എതിരാളികളെ ആക്ഷേപിക്കുന്നത് എന്ന്? സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരം പരാമർശങ്ങൾ നിർത്തണമെന്ന് പറഞ്ഞു. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുടെ മുഴുത്ത സഖാവായ G സുധാകരൻ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനെ പറ്റി പറഞ്ഞത് എന്താണെന്നറിയാമോ? അവരെ പൂതന എന്നാണ് വിളിച്ചത്. 51 വെട്ടുവെട്ടി വകവരുത്തിയ TP ചന്ദ്രശേഖരൻ്റെ ഭാര്യയായ KK രമയെപ്പറ്റി പറയാനിനി വല്ലതും ബാക്കിയുണ്ടോ? അവരെ ആസ്ഥാന വിധവ എന്ന് വിളിച്ച് ആ തെറിമണിയൻ വരെ ആക്ഷേപിച്ചു. നിങ്ങളുടെ ഭർത്താവ് മരിച്ചെങ്കിൽ അത് നിങ്ങളുടെ വിധിയാണെന്ന് പറഞ്ഞു. നിയമസഭയിലാണ് ഈ പ്രസംഗമെന്ന് ഓർക്കണം. അവരുടെ പ്രച്ഛന്ന വേഷം കെട്ടി ചെരുപ്പുമാല കഴുത്തിലടിഞ്ഞ് സഖാക്കൾ തെരുവിലൂടെ നടന്നു. ഇന്നൊരു വ്യാജവാർത്ത കേട്ടപ്പോൾ ഹൃദയം തകർന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന ശ്രീമതിയുടെ ദുഃഖം പോലെ തന്നെയാണ് ഇത്തരം വ്യാജമായ ആരോപണങ്ങളും ആക്ഷേപങ്ങളും കേൾക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുക. എതിർപക്ഷത്തെ സ്ത്രീകളെയെല്ലാം രാഷ്ട്രീയമായിട്ടല്ലാതെ പരിഹാസത്തിലൂടെ ആക്ഷേപിക്കുന്നതാണ് CPM സൈബർ ചാവേറുകളുടെ ഒരു രീതി. ഈ പരിപാടികളെല്ലാം തുടങ്ങി വച്ചത് ഇവർ തന്നെയാണ്. ഇനിയെങ്കിലും ശ്രീമതി ധൈര്യത്തോടെ പറയണം, രാഷ്ട്രീയത്തിലും സമൂഹത്തിൻ്റെ വിവിധ തുറകളിലും പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയെപ്പറ്റിയും അവരുടെ രാഷ്ട്രീയം എന്തുമായിക്കോട്ടെ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളും ആക്ഷേപങ്ങളും നടത്തരുതെന്ന്. പക്ഷേ അതിന് മനസ്സിന് കട്ടി വേണം, ധൈര്യം വേണം. സ്വന്തം പാർട്ടിക്കാർക്കെതിരെ വല്ലതും പറഞ്ഞു പോയാൽ വിവരമറിയും. അടൂർ സ്വദേശിനിയായ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന ജില്ലാ പഞ്ചായത്ത് അംഗത്തെ എന്തൊക്കെ തരത്തിലാണ് നിങ്ങളുടെ സൈബർ ചാവേറുകളും യൂട്യൂബർമാരും ആക്ഷേപിച്ചത്? ആ സ്ത്രീ അപ്പോഴെന്തെല്ലാം ദുഃഖം അനുഭവിച്ചിട്ടുണ്ടാകും. എന്നിട്ട് അതേപ്പറ്റി ഒറ്റ വാക്കെങ്കിലും ശ്രീമതി മിണ്ടിയിട്ടുണ്ടോ? അരുത് എന്ന്. അവർ മുമ്പ് ഇടതുപക്ഷക്കാരിയായിരുന്നു, CPIക്കാരിയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ആരെ വേണമെങ്കിലും നമ്മുടെ സൈബർ പിള്ളേരും സഖാക്കളും മുന്തിയ നേതാക്കന്മാരും എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ. അതൊക്കെ കേട്ട് നമുക്ക് രസിക്കാം, കൈയടിക്കാം. അമ്പലക്കുളത്തിൽ കുളിച്ച് നനഞ്ഞീറനായി പോകുന്ന സ്ത്രീകളെപ്പറ്റി അന്ന് ശ്രീമതി നടത്തിയ പ്രസംഗം നേരിട്ട് കേട്ടയാളാണ് ഞാൻ. ഈശ്വരവിശ്വാസികളായ സകല ഭക്തരെയും അടച്ചാക്ഷേപിച്ച് പരിഹസിക്കുകയായിരുന്നു നിങ്ങൾ ആ പ്രസംഗത്തിലൂടെ നടത്തിയത്. അത് കേട്ട് കൈയടിച്ചവർ എത്രയെത്ര പേരായിരുന്നു. ശ്രീമതി ടീച്ചറെ, ആ പ്രസംഗം അയ്യപ്പനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല. അതിൻ്റെ ഫലമാണ് നിങ്ങൾക്കും ഇങ്ങനെ ഒരു ദിവസമെങ്കിലും കണ്ണീർ പൊഴിക്കേണ്ടി വന്നത്.